എന്തുകൊണ്ടാണ് പ്രീമിയം കസ്റ്റമേഴ്സ് നമ്മളെ ഒഴിവാക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞ ലാഭത്തിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ സേവിച്ച് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വലിയ തുക നൽകാൻ തയ്യാറുള്ള പ്രീമിയം ക്ലയൻസുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണത്തിന്റെ കുറവല്ല വിഷയം, പക്ഷേ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്നതിന്റെ ഒരു അവസ്ഥയൊന്ന് പറയുന്നത്. കാരണം ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ബിസിനസിന്റെ അടുത്ത തലങ്ങളിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ ഒന്ന് നിൽക്കുക. ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾക്ക് ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നൽകാം. താങ്ക് യു. വെൽക്കം ബാക്ക് ടു ബിസിനസ് മാസ്റ്റർ ഹബ്. നിങ്ങളോടൊപ്പം ഞാൻ ദിനേശ് മുങ്ങർ, UAE നിന്നുള്ള ഒരു എന്റർപ്രണറാണ്, ബിസിനസ് കോച്ചാണ്, ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്, അതുപോലെ തന്നെ ഒരു ഓതറാണ്. പ്രീമിയം ക്ലയൻസുകൾ നമ്മളെ ഒഴിവാക്കുന്നതിന്റെ 3 പ്രധാന കാരണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വളരെ ക്വിക്കായിട്ട് തന്നെ ഞാൻ കാര്യങ്ങളിൽ പോകാം. കാരണം നമ്മൾ ബിസിനസ്സുകാർക്ക് സമയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കുറെ വലിച്ചു നീട്ടി പറയാനോ അല്ലെങ്കിൽ പറഞ്ഞ് പ്രചോദനം ഉണ്ടാക്കാനുള്ള സന്ദർഭമല്ലത്. ബി ആൻഡ് പ്രൊഫഷണൽ. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് പ്രൊഫഷണലിസം എന്നത് വളരെ പ്രാധാന്യമാണ്. പ്രീമിയം ക്ലയൻസുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ രീതികളാണ് എന്നത്. കൃത്യസമയത്ത് മറുപടി നൽകാതിരിക്കുക, നിലവാരമില്ലാത്ത ഓഫീസ് അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, അലസമായ സംസാരം, ഇതെല്ലാം അവരെ അകറ്റി നിർത്തുന്ന കാരണങ്ങളിൽ പ്രധാനമാണ് എന്നറിയുക. നിങ്ങൾ എത്രത്തോളം സ്വയം വാല്യൂ നൽകുന്നുവോ അത്രയും വാല്യൂ മാത്രമേ നമുക്ക് അവരും നൽകുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന തലത്തിനെ പറ്റി ചിന്തിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മൾ പ്രീമിയമായി മാറണം. ഇത് പ്രൊഫഷണലിസമാണ്. ഇത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊമോഡൈസേഷൻ എന്ന് പറയും. അതായത് ഒരേപോലെയുള്ള സേവനങ്ങൾ മറ്റെല്ലാവരും നൽകുന്ന അതേ സാധനം അതേ രീതിയിൽ നൽകിയാൽ പ്രീമിയം ക്ലയന്റ് നിങ്ങളെ തേടി വരില്ല. അവർക്ക് വേണ്ടത് ഒരു സ്പെഷ്യലൈസ് ആയിട്ടുള്ള പരിഹാരമാണ്. നിങ്ങളൊരു ജനറലിസ്റ്റിക് ആണെങ്കിൽ അതോ ഒരു എക്സ്പേർട്ട് ആണോ എന്ന് അവർ നിങ്ങളെ നിരീക്ഷിക്കും. അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ പ്രീമിയം കസ്റ്റമേഴ്സ് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്ക് ജനറൽ കസ്റ്റമേഴ്സും, ഇപ്പൊ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക്, പ്രൊഫഷണൽസ് കീപ്പ് ചെയ്യുന്ന ആൾക്ക് അതുമായിട്ടുള്ള കസ്റ്റമേഴ്സ് വരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് ബ്രാൻഡിങ് എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. അതായത് വലിയ തുക മുടക്കുമ്പോൾ അവർക്ക് ഉറപ്പ് വേണം അതായത് നമ്മൾ ഉണ്ടാക്കിയ മുൻകാല പ്രവൃത്തികൾ, പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സാധനം, നമ്മുടെ ഇമേജ്, ബ്രാൻഡ് എന്നിവ ശരാശരി നിലവാരത്തിലാണെങ്കിൽ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവില്ല. ഈ 3 തത്വങ്ങൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളും കാര്യങ്ങളൊക്കെ എന്റർപ്രണർ മൈൻഡ് സെറ്റ് എന്ന വിഷയത്തിൽ ഞാൻ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. അതിൽ താല്പര്യമുള്ളൊക്കെ ഒന്ന് അഡ്മിനെ വിളിച്ചോളുക, കോഴ്സിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നമ്മുടെ എന്റർപ്രണേഴ്സിനായിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക. അവിടെ ഇതുപോലുള്ള പ്രൊഫഷണൽസ് കീപ്പ് ചെയ്യുന്ന ബ്രാൻഡ് വാല്യൂ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അവരുടെ സേവനങ്ങളും അവർ പറയുന്ന നല്ല വാക്കുകളും ചിലപ്പോൾ സ്വീകരിക്കാൻ നിങ്ങൾക്കും യഥാർത്ഥത്തിലാവാൻ പറ്റും. നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ എല്ലാവരും ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് നമുക്കുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായി നിൽക്കാം. ഇവിടെ മനസ്സിലാക്കണ്ടേ, പ്രീമിയം ക്ലയന്റിനെ ആകർഷിക്കാനുള്ള ചില തന്ത്രങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. അത് വളരെ ലളിതമാണ്. അതൊന്ന് മനസ്സിലാക്കാൻ ഞാൻ 3 കാര്യങ്ങളെ ഈ വീഡിയോയിൽ പറയുന്നു. മറ്റതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട. ഈ 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്നൊന്ന് വിശകലനം ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റഡ് ആണെങ്കിൽ ഒന്ന് താഴെ ഒന്ന് യെസ് ഒന്ന് ടൈപ്പ് ചെയ്തേക്ക്. ഇറ്റ്സ് റിലേറ്റഡ് ടു മീ എന്ന് ടൈപ്പ് ചെയ്തേക്ക്. ഇനി നമുക്ക് പ്രീമിയം ക്ലയന്റിനെ എങ്ങനെ ആകർഷിക്കാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം സെൽ യുവർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. നിങ്ങൾ ഉൽപ്പന്നങ്ങളാണ് ഇതുവരെ വിൽക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പ്രീമിയം ക്ലയന്റ് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല നോക്കുന്നത്, അതിലുപരി അവരതിന്റെ സൗകര്യവും ആഡംബരവുമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് പകരം അതിന്റെ എക്സ്പീരിയൻസിനെ വിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരം എങ്ങനെ സംഭവിക്കുമെന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുക. പ്രൊഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ പ്രൊഡക്റ്റിന്റെ സൊല്യൂഷൻസ് എന്താണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് അനുഭവങ്ങൾ വിൽക്കുക. രണ്ടാമത്തെ കാര്യം
ഹൈ ടിക്കറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്ന പോളിസി. കുറഞ്ഞ വില പലപ്പോഴും കുറഞ്ഞ നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയുക. പ്രീമിയം സേവനത്തിന് അർഹമായ വില ചോദിക്കാൻ മടിക്കരുത്, വില വാങ്ങിക്കുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ പ്രീമിയം ആക്കി മാറ്റുന്നത്. വില കുറച്ചു കൊടുക്കൽ, കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായി പറഞ്ഞു. വില കുറച്ചു കൊടുക്കലല്ല ബിസിനസ്, കൃത്യമായ സേവനം നൽകുകയാണ് ബിസിനസ് എന്ന്. അതുകൊണ്ട് വില കുറച്ചു കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കരുത്. അവിടെ പ്രീമിയം സേവനത്തിന് അനുയോജ്യമായ അർഹമായ എമൗണ്ട് വാങ്ങിക്കാൻ നമുക്ക് പറ്റണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രിസിഷൻ എന്ന് പറയുന്ന സംഭവം. എന്താണ് കൃത്യത എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളിലും, കമ്മ്യൂണിക്കേഷനിലും, ഡെലിവറിയിലും 100% കൃത്യത പാലിക്കുക എന്ന്. ഇതാണ് നമ്മളെ പ്രീമിയം കസ്റ്റമറിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഒരു പ്രീമിയം ക്ലയന്റ് ലഭിച്ചാൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ യൂണിക് വാല്യൂ, പ്രത്യേകത എന്താണെന്ന് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാൻ നിൽക്കുക. അത് നിങ്ങളുടെ ചിന്തകൾ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ പ്രീമിയം ക്ലയന്റിനെ നിങ്ങൾക്ക് എങ്ങനെ ആകർഷിക്കാമെന്ന് നിങ്ങൾ ചിന്തകളും നോക്കട്ടെ. ഞാനൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നുള്ളത് ഓർമ്മിപ്പിക്കാം. അതിനെ വിശകലനം ചെയ്ത് വ്യത്യാസമുണ്ടെങ്കിൽ അടുത്ത പല വീഡിയോകളിലും ഇതിനെപ്പറ്റി വിശദമായി ഞാൻ സംസാരിച്ചുകൊണ്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ അതിൽ നമുക്ക് കൃത്യമായി ഇതൊക്കെ അഡ്രസ് ചെയ്തു പോകാം. ഓരോ ബിസിനസ്സുകാർ അവരുടെ പേരും കാര്യങ്ങളും എഴുതിയാൽ മതി. ശരാശരി ബിസിനസ്സുകളിൽ നിന്നും പ്രീമിയം ബിസിനസ്സിലേക്കുള്ള മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുമെന്നും ആരും കരുതരുത്. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിലും ക്വാളിറ്റിയിലുമാണ് തുടങ്ങുന്നത്. അതിന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റേണ്ടിയിരിക്കുന്നു, ക്വാളിറ്റി ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. പണക്കാരെ ക്ലയൻസ് ആയി കിട്ടാൻ ആദ്യം നിങ്ങളുടെ ബിസിനസ് ഒരു പ്രീമിയം നിലവാരം ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഈ വീഡിയോ ഉപകാരപ്പെടുത്തുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒരു നന്ദി പോലെ ഒരു സ്നേഹം ഇങ്ങോട്ട് തന്നേക്കുക. അത് ഞാൻ ഇവിടെ കാത്തു സൂക്ഷിക്കാം. നമുക്ക് പലപ്പോഴും പരസ്യം കാണുമ്പോൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രം ഓർമ്മിച്ചു. ദിനേശ് മുങ്ങത്ത് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.